ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ധനുജ കുമാരിയാണ്. ചെങ്കൽച്ചുള എന്ന തിരുവനന്തപുരത്തെ കോളനിയെക്കുറിച്ച് എഴുതിയ അതേ കോളനിയിലെ ധനുജ. ഇന്ന് ആ പുസ്തകം കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ്. നമുക്കറിയാം. സ്വാഗതം ശ്രീമതി ധനുജ. ന്യൂസ് 3യിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഒരുപാട് കേൾക്കാറുണ്ട് ധനുജ, എല്ലാ പരിപാടികളിലും കാണാറുണ്ട്, പ്രാതിനിധ്യം കാണാറുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? സന്തോഷം. ഏറ്റവും പുതിയ വിശേഷം ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് ഏറ്റവും പുതിയ വിശേഷം ചെങ്കൽച്ചുളയുടെ പേരിലാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും എന്നെ അറിയപ്പെടുന്നതും എന്നെ ക്ഷണിക്കുന്നതും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം ഇപ്പം ഞാൻ ഇവിടെ ഈ സ്റ്റുഡിയോയിലിരിക്കുന്നു, ചെങ്കൽച്ചുളയുമായിട്ട് ഇവിടെ ഇരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ പരിപാടിയെക്കുറിച്ചുള്ള ഒരു കാർഡ് അയച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാർഡ് സ്റ്റാറ്റസ് ഇട്ടിട്ട് എഴുതിയതും എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഞാൻ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ചെങ്കൽച്ചുളയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ചെങ്കൽച്ചുളയ്ക്ക് വേണ്ടി തന്നെ സംസാരിക്കും. എഴുത്ത് എന്തായി? ആ പുസ്തകത്തിന്റെ കാര്യം ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ്. ആ പുസ്തകം പാഠ്യപുസ്തകമായി എന്നുള്ളത് വലിയ ഒരു കാര്യമല്ലേ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അയ്യോ, എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ഇതിലപ്പുറം വേറെ എന്തോന്നും നമുക്കുണ്ട് സന്തോഷം. കാരണം പലപ്പോഴും പത്രങ്ങളിലൊക്കെ എഴുതി കാണുന്നതെന്ന് വെച്ചാൽ ചെങ്കൽച്ചുളയിലെ പ്രതികളെക്കുറിച്ചാണല്ലോ. അപ്പം ആ ചെങ്കൽച്ചുളയിൽ ഇന്ന് അവിടെ ഒരുപാട് പ്രതിഭകളുണ്ടെന്ന് പുറം ലോകം അറിയിക്കാൻ പറ്റി. അങ്ങനെയുള്ളൊരു സ്ഥലത്തെക്കുറിച്ച് ഇന്ന് പുസ്തകമാകുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു അഭിമാനമാണ്. കാരണം അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ചെങ്കൽച്ചുളയെ ഒരു കാലത്ത് എല്ലാവരും മാറ്റി നിർത്തി ഞങ്ങൾക്ക് എന്തോ വല്ലാത്തൊരു അവഗണന നേരിട്ട ഒരു സമൂഹമാണ് ഞങ്ങളുടെ ആ ഒരു കോളനി. കോളനി ഇപ്പോൾ പറയാൻ പാടില്ല എങ്കിൽ പോലും പറയുകയാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിലും പലരും പറയാറുണ്ടല്ലോ കോളനി എന്ന് തന്നെ. അപ്പം ആ ചെങ്കൽച്ചുളയെ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത്, കലാരംഗത്ത്, പല പല മേഖലകളിൽ മാറ്റി നിർത്തപ്പെട്ട ആ സ്ഥാനത്ത് ഇന്ന് ആ ചെങ്കൽച്ചുളയെ അതേ പേരിൽ തന്നെ കോളേജുകൾ പഠിക്കുക, അത് ഉത്തരക്കടലാസ് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്നല്ല ഞങ്ങളുടെ ചെങ്കൽച്ചുളക്കാർക്ക് അതിൽ പരം വേറെ എന്ത് വിജയമാണുള്ളത്? അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. തീർച്ചയായിട്ടും. ഞാൻ ഈ കോളനി എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചത് താങ്കൾ തന്നെ തിരുത്തിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതിന്റെ ഒരു ഇംഗ്ലീഷ് അർത്ഥത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു വീടുകളുടെ കൂട്ടം, അതല്ലേ കോളനി? തീർച്ചയായിട്ടും. അല്ലേ? അതിനെ ഇപ്പോൾ താങ്കൾ തിരുത്തിയതുപോലെയുള്ള കോളനി ആക്കിയത് മനുഷ്യരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ കാലത്തിന്റെ മനുഷ്യർ തന്നെയാണ്. അതെ അതെ, സമൂഹം തന്നെയാണ്. അതിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല. താങ്കൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. സാമൂഹ്യ പ്രവർത്തക എന്ന് വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല. ഓരോ ഇടത്തും അത് പറയുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നു ഇപ്പോൾ കുട്ടികളെ. ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു ആ ഒരു പ്രവർത്തനം? അവിടുത്തെ എൻ്റെ ആ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്നവരെ അതെൻ്റെ കൂടെ തന്നെ കാണും. കാരണം ഞങ്ങളുടെ ചെങ്കൽച്ചുളയിലെ ഒരുപാട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എപ്പോഴും ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ലോകത്തിൻ്റെ എവിടെയെല്ലാം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നു, ആ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടാകുന്നത്. കാരണം ഒരു കോളനി പ്രദേശം, പിന്നെ ജാതി, മതം. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു സാഹചര്യം അതിനകത്ത് ജീവിക്കുന്നവർക്കും അതിനകത്ത് ഉള്ളവർക്കും മാത്രം, അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അറിയാം. ഞങ്ങളുടെ സ്വർഗ്ഗമാണ് ഞങ്ങളുടെ ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞത്. കാരണം ഒരാൾക്ക് ഒരാളെക്കുറിച്ച് അറിയാൻ പറ്റും. അടുത്തൊരു വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്താണ്. കാരണം നമുക്ക് അത്രമാത്രം ആത്മബന്ധമാണ് ഓരോ വീടുമായിട്ടുള്ളത്. അപ്പോൾ അത്രയും ആത്മബന്ധമുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരും, ഞാൻ മാത്രമല്ല, ഓരോരുത്തർ സാമൂഹിക പ്രവർത്തകരായി മാറുകയാണ്. അത് പുറം ലോകം അറിയുന്നില്ലെന്നില്ല. കാരണം തൊട്ടടുത്ത വീട്ടിൽ എന്താണോ ആവശ്യം അവർ സ്വയം ചെയ്തു കൊടുക്കുകയാണ്. അതാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ അത് പുറത്തൊരു പത്രവാർത്തയോ വലിയൊരു ചാനലോ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് അമ്മമാരുണ്ട്. 1200ഓളം കുടുംബങ്ങൾ ഉള്ളൊരു സ്ഥലമാണ് ചെങ്കൽച്ചുള, അല്ലെങ്കിൽ രാജാജി നഗർ. ഞാൻ ചെങ്കൽച്ചുള എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ 8000ഓളം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങളുടെ അടുത്ത വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ അവർക്ക് ആ ഒരു പട്ടിണി നമ്മൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പട്ടിണി അടുത്ത വീട്ടുകാർ അറിയുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് ഞാൻ കാണുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം. അപ്പം ഞാൻ മാത്രമല്ല, ചെങ്കൽച്ചുള കോളനിയിലുള്ള ഓരോ ആൾക്കാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു സാമൂഹ്യ പ്രവർത്തകരാണ്. ധനുജ, താങ്കളുടെ പുസ്തകം ഇപ്പോൾ പാഠപുസ്തകമായി മാറി. അതിനപ്പുറത്തേക്കോ ആ പുസ്തകം എഴുതി തുടങ്ങിയപ്പോൾ
നേരത്തെ തന്നെ എഴുതിയ പുസ്തകമാണോ അത് എല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു പുസ്തകമാക്കുകയായിരുന്നു? എഴുത്തെപ്പോഴാണ് തുടങ്ങിയത് താങ്കൾ? തീർച്ചയായിട്ടും ആ പുസ്തകത്തിന്റെ യഥാർത്ഥത്തിൽ ആ പുസ്തകം എഴുതിയിരിക്കുന്ന വിജില എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കോളനിക്കകത്ത് ഞാൻ ജനിച്ചു വളർന്ന എനിക്കിപ്പോൾ 50 വയസ്സാകാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് അവഗണനയും മറ്റ് പ്രശ്നങ്ങളിലൊക്കെ കൂടെ കടന്നുപോയ ഒരാളാണ്. കുടുംബജീവിതത്തിൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ, എൻ്റെ പഠനകാലം, പിന്നെ എൻ്റെ മക്കളുടെ പഠനകാലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. അപ്പോൾ എനിക്ക് എഴുതാനും വായിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അന്നും എഴുതാൻ ഇഷ്ടമാണ്, ഇന്നും എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ എഴുതാനുള്ള ഒരു ഡയറിയോ ഒരു കെട്ടുറപ്പുള്ള ഒരു വീടോ അല്ലെങ്കിൽ ഒരു മേശയോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു പുസ്തകം എഴുതി വെച്ചിരുന്നില്ല. പക്ഷേ ഈ 2011 ഞങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് ആലോചിക്കുന്നതും എഴുതുന്നതും. കാരണം ഇടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാൻ നമ്മുടെ കോളനിക്കകത്ത് കുറേ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് കടന്നു വന്നു. അതിൽ നിന്നാണ് ഒരാളോട് നമ്മുടെ അതിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ സത്യേട്ടനെ ഞാൻ വിളിക്കുന്ന PP സത്യൻ എന്ന സത്യൻ മാഷാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ കോളനിയിലെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും കൂടെയൊക്കെ ചേർന്ന് നിങ്ങൾക്കൊരു പുസ്തകമാക്കിക്കൂടെ എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് ആ പുസ്തകം എഴുതണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത്രയും വർഷത്തെ കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ അതിന് എന്നെ സഹായിച്ചത് വിജില ചെറുപ്പാടാണ്. ആ കുട്ടിയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. വിജില നന്നായിട്ട് ആ പുസ്തകത്തെ ഞാൻ എന്താണോ ആഗ്രഹിച്ച ചെങ്കൽച്ചുള എന്താണോ എൻ്റെ ഭാഷ പോലും അതിനകത്ത് ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ചെങ്കൽച്ചുളക്കാരെങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ എൻ്റെ വാക്കുകൾ പോലും അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്, ധനുജകുമാരിയുടെ ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം അത് പഠിക്കുന്ന കുട്ടികൾ അത് പരീക്ഷയ്ക്കൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ താങ്കളാണ് ആ പുസ്തകത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ ചോദ്യം? ചെങ്കൽ ചൂളയെ കുറിച്ചാണോ? അതെ, ആ പുസ്തകത്തിൽ നിന്ന് എന്തായാലും അത് പാഠപുസ്തകമാണല്ലോ, അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ എന്താകണം ആ ചോദ്യം? അതെ, ഞാനാണ് ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് മാണിക്യങ്ങളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ചെങ്കൽച്ചുള. മാണിക്യങ്ങൾ തിരയുക, ഇരുട്ടുകൊണ്ട് ഒരിക്കലും ഓട്ട അടയ്ക്കാൻ പറ്റില്ല, അതെന്നായിരുന്നാലും മറ നീക്കി പുറത്തു വരും അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം അത് തന്നെ ആയിരിക്കും. ഞങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ചെങ്കൽച്ചുള എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രതിഭകളെക്കുറിച്ച് എത്ര പേർക്കറിയാം? പ്രതികളെ ഒരുപാട് പേർക്കറിയാം, അവിടുത്തെ പ്രതികളെ എത്ര പേർക്കറിയാം? അതായിരിക്കും എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ പല സമയത്തും അത് കാണുന്നുണ്ട്. ഡാൻസിലായാലും പാട്ടിലായാലും ഒക്കെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ വരുമ്പോൾ 2 കലാകാരന്മാർ അവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ മക്കളെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ, അവിടെയുള്ള കുട്ടികളെ കുറിച്ച് പറയൂ. അതെ, എനിക്ക് 2 ആൺമക്കളാണ്. എൻ്റെ ഭർത്താവ് ഒരു ചെണ്ട ആർട്ടിസ്റ്റാണ്. 2 മക്കളും കലാകാരന്മാരാണ്. എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും പുസ്തകത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെക്കാളെല്ലാം ഉപരിയായി അവരെക്കാൾ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും അതിനകത്തുണ്ട്. ഇപ്പോഴും അവർ വളർന്നു വരുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇന്ന ആളാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന എനിക്ക് 1-2 പേരുകളുണ്ട്. കാരണം അവരെ പറയാതെ ഞാൻ പോകുന്നത്, അത് എനിക്ക് ഒരു വേദി കിട്ടുമ്പോൾ എൻ്റെ ആ കുട്ടികളെ അവരെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നാളെ സമൂഹത്തിൽ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കിട്ടിയെന്ന് വരില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും കാണില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. 2019 നമ്മുടെ ഏറ്റവും നല്ല ബാലനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ഒരു കുട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. സ്നേഹാനു എന്നാണ് പേര്. പക്ഷേ ഒരൊറ്റ സിനിമ കൊണ്ട് കുട്ടി ഒതുങ്ങിപ്പോയി. പിന്നെ അതിനൊരിടത്തും ഒരു അവസരം കിട്ടിയിട്ടില്ല. ചെങ്കൽച്ചുളക്കാരി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ ഇപ്പം ഒരു സിനിമാ നടൻ വന്നിട്ടുണ്ട്, ജോബിൻ ദാസ്, മുറ എന്ന ചലച്ചിത്രത്തിലെ കുട്ടി. ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞു, ഇനി അവസരങ്ങൾ അവരെ തേടിയെത്തണം. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി, ഒരു ഫുട്ബോൾ താരമുണ്ട്. ആ കുട്ടിയുടെ പേര് ശ്രീകുട്ടൻ എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ അവിടെ ഒരുപാട് പ്രതിഭകൾ മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടറുണ്ട്. കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർക്കൊന്നും ഇഷ്ടമുള്ള ഒരു വീട്ടിലൊരു ഡോക്ടറില്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഡോക്ടറാണ്. ഡോക്ടർ സുരഭി, ആ കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മേഖലകൾ പിന്നെ പഠിച്ച് നല്ല രീതി IAS വരെ പരീക്ഷ എഴുതിയ കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടേണ്ട അർഹതപ്പെട്ട സ്ഥാനങ്ങൾ, നമുക്ക് അവാർഡുകളും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾക്കതൊക്കെ ഷോക്കേഴ്സ് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവർക്കതിന് വേണ്ടുന്ന ഒരു വേദികൾ ഒരുക്കണം, അവർക്ക് ജീവിക്കണം അല്ലേ? അവരുടെ കയ്യിലുള്ള കലയെ അവർക്കും പുറം ലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചെങ്കൽച്ചുളയിൽ നിന്ന് തന്നെ
പ്രതിഭകളെ നമ്മൾ നോക്കിയെടുത്താൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സിനിമയിൽ എന്തെല്ലാം ആവശ്യമാണോ, ഏതെല്ലാം മേഖലയാണോ, അതിന് മൊത്തത്തിലുള്ള ഒരു ആർട്ടിസ്റ്റുകൾ അതിനകത്ത് കാണുമെന്നാണ്. തീർച്ചയായിട്ടും സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ വന്ന് സ്റ്റോറി ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. ഒരുപാട് പേര് സിനിമ സ്പൂഫ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ, നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കലാകാരന്മാരുടെ ഒരു കലവറയാണ് ചെങ്കൽച്ചൂള എന്ന് പറയാം. കുറച്ച് കുട്ടികൾ ഒരു മൊബൈലിൽ ഒരു വീഡിയോ ചെയ്തു. ആ കുട്ടികൾ അവർക്കും വേറെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ അവർക്ക് നൽകുക. അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. തീർച്ചയായിട്ടും ഈ ചെങ്കൽച്ചൂള എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു പൊള്ളലുണ്ടല്ലോ നമുക്ക്. ചെങ്കൽച്ചൂള എന്ന് പറയുമ്പോൾ ഒരു തീയും പൊള്ളലും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെയല്ലേ ഈ എഴുത്തിലേക്കൊക്കെ എത്തിച്ചത്. അങ്ങനെ മനസ്സ് നോവിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ മനസ്സ് നോവിക്കുന്ന ഒരു അനുഭവമല്ല, 1000 അനുഭവങ്ങളുണ്ട്. എങ്കിലും എടുത്തു പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മകൻ്റെ അനുഭവം അറിയാലോ. കലാമണ്ഡലത്തിലെ ആ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ പ്രശ്നം നടക്കുന്നത് നമുക്ക് 1921 അല്ല നടക്കുന്നത്, നമുക്ക് 2007 ആ വിഷയം നടക്കുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ഒരു വീട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ നല്ല പാഠങ്ങൾ പഠിക്കുന്നത് അധ്യാപകരിൽ നിന്നാണ് അല്ലേ. ആ അധ്യാപകരിൽ നിന്നാണ് ഇത്രയും ജനങ്ങൾ ധനുജ. നമുക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ആ വിഷയം അറിയണമെന്നില്ല. നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എങ്കിലേ അത് മാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിഷയം ഒന്ന് പറയണം. തീർച്ചയായിട്ടും പറയും. ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഞാൻ 2007 തൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുമോ ഞാൻ അവിടെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരിടത്തും പറയാതിരിക്കില്ല. കാരണം അത്ര വേദനിക്കുന്ന അനുഭവമാണ് എൻ്റെ മോനുണ്ടായത്. കാരണം ജാതി പറഞ്ഞ് കുട്ടിയെ ആക്ഷേപിച്ചു, ഒരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞ കുട്ടിയെ ആക്ഷേപിച്ചു. അത് ഒറ്റയ്ക്കല്ല, ഒരുപാട് കുട്ടികളെ വിദ്യാർത്ഥികളുടെ തടുക്ക് കൊണ്ട് നിർത്തിയിട്ട് മറ്റു കുട്ടികളുടെ ജാതി എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ മകനെന്നല്ല, വേറൊരു കുട്ടി ആയിക്കോട്ടെ, അവരോട് ജാതി പറയുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണോ? എന്നിട്ടും അതൊക്കെ നടന്നില്ല. എന്തുകൊണ്ടാണ് നടന്നത്? ഞങ്ങൾ കോളനിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു അഹങ്കാരമല്ലേ അവർ കാണിച്ചത്. ആണല്ലോ. എൻ്റെ കുട്ടിയെ ഒരു അധ്യാപകൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഈ കുട്ടിയുടെ കൈയിനെ അടിച്ചൊടിക്കേണ്ടി വന്നാൽ, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കലാമണ്ഡലത്തിൽ എൻ്റെ മകനെ പഠിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്ത് മാനസികമായിട്ടുള്ള വിഷമമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനും എൻ്റെ മകനും ഞങ്ങളുടെ കുടുംബം ആ ദിവസങ്ങൾ തള്ളി നീക്കുന്ന എങ്ങനെ ഞങ്ങൾക്ക് മുൻപോട്ട് പോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഒന്നുകൂടെ പറഞ്ഞു വിട്ടു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിച്ച വിഷയം. നിങ്ങളിത് പത്രക്കാരടുത്തോ ചാനലുകാരടുത്തോ പറയുകയാണെങ്കിൽ ഇവൻ ചെങ്കൽച്ചൂളയിലെ കുട്ടിയാണ്, അപ്പോൾ ഈ കുട്ടിയുടെ പേര് ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം അവർ പറയുമെന്ന് പറഞ്ഞു. അവിടുത്തെ സീനിയേഴ്സിനെ വിട്ട് പറയിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവർക്കറിയാം ചെങ്കൽച്ചൂളയിലെ കുട്ടികളെ അവരെത്ര തന്നെ നല്ലവരായിരുന്നാലും അവരെക്കുറിച്ചൊരു മോശം കാര്യം പറഞ്ഞാൽ പൊതുജനം കണ്ണടച്ച് വിശ്വസിക്കും. അത് കോളനിക്കാരായതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മാനസികമായ വിഷമം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ മാറില്ല. എൻ്റെ നെഞ്ചിനകത്ത് ഞാൻ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു വിഷയമാണത്. പക്ഷെ അമ്മ എന്ന രീതിയിൽ താങ്കൾ വിജയിച്ച് നിൽക്കുകയാണല്ലോ 2 മക്കളുടെ കാര്യത്തിൽ അല്ലേ? അതും കൂടി പറയോ, അവരിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? എൻ്റെ മൂത്ത മകൻ അവൻ കേരള കലാമണ്ഡലം അവനെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിലും അവൻ 7 വർഷം ഇവിടെ തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. +2 വരെ അവിടെ പഠിച്ചു. 7 വർഷം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടിയ ഒരു ടീമാണ് അവരുടെ ഒരു ടീം. അത് എൻ്റെ മകൻ മാത്രമല്ല, ചെങ്കൽച്ചൂളയിൽ തന്നെ മറ്റു കുട്ടികളും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. അത് വളരെ അഭിമാനമാണ്. കാരണം ഏറ്റവും അവസാനം 2011 സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ പോയി. അവനെ എവിടെ നിന്ന് തള്ളിക്കളഞ്ഞോ ആ സ്ഥലത്തും പോയി A ഗ്രേഡ് മേടിച്ചുകൊണ്ടത്. അത് എൻ്റെ ഒരു അമ്മയെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് അവനെ ഞാൻ എയർ റൂമിൻ്റെ കോളേജിൽ പഠിപ്പിച്ചു. അവിടെ നിന്ന് മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് പഠിച്ചിറങ്ങി. സൗണ്ട് എഞ്ചിനീയറിംഗ് കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവനൊരു ഫോക്ക് ബാൻഡുണ്ട്, ചങ്ങാതി ക്രിയേഷൻസ് എന്നാണ് ആ ഫോക്ക് ബാൻഡിൻ്റെ പേര്. അവൻ വിവാഹം കഴിഞ്ഞു. 2013 പുസ്തകമായിട്ട് ഇപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത്, എല്ലായിടത്തും പോകുമ്പോൾ ചോദിക്കുന്ന നിതീഷ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അവൻ വിവാഹം കഴിഞ്ഞു. അവനൊരു കുഞ്ഞുണ്ട്. മോളുടെ പേര് ടാമ എന്നാണ്. ഇളയ മകൻ സുധീഷ്, അവൻ ഡ്രമ്മറാണ്. അവനും വിവാഹം കഴിഞ്ഞു. അവനും ഒരു കുഞ്ഞുണ്ട്. ചങ്ങാതി ക്രിയേഷൻസ് ഒരു ബാൻഡുണ്ട്. അല്ലാതെ അവന് നമ്മുടെ തന്നെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ അവനുണ്ട്. ഇതെല്ലാം പോയിട്ട് നമ്മുടെ പ്രശസ്ത പിന്നണി ഗായിക രശ്മി സതീഷിനോട് പെർക്യൂഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അവൻ ഇപ്പോൾ. അപ്പം അമ്മയല്ല അമ്മൂമ്മയാണ്. പലരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് കോളനിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്? മക്കള് ഇങ്ങനെ വേദന അനുഭവിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവരും ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്നവരാണ്. ആണാണ്, തീർച്ചയായിട്ടും. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പം നമ്മുടെ ഒരു ലൈബ്രറി ഉണ്ട്. നമ്മുടെ സ്ത്രീകളുടെ തന്നെയാണ് ഒരു ലൈബ്രറിയാണ് അവിടെ. ഞങ്ങൾ ആരംഭിച്ച ഒരു ലൈബ്രറിയാണ്. അതിൻ്റെ
കോളനിയിൽ കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രോഗ്രാം, ഞങ്ങളുടെ ഹൈനസ് സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് 60 കൂടുതൽ കലാകാരന്മാരുണ്ട്. ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തു വരുന്നുണ്ട്. കോളനിയിലെ കുട്ടികളെയൊക്കെ അവിടെ വന്ന് അവർ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹരിതകർമ്മ സേനയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുമ്പോൾ, ഞാനൊരു ഹരിതകർമ്മ സേനയാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ അഭിമാനം. കാരണം എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന്, എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് 1800ഓളം തൊഴിലാളികളുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ വളരെ അഭിമാനമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതെ, ഞാൻ ചോദിക്കുന്നത്, നമ്മളെപ്പോഴും ഒരു കലാകാരനാണെങ്കിലും ഒരു എഴുത്തുകാരനാണെങ്കിലും ഒക്കെ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു വലിയ എഴുത്തുകാരി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാഠപുസ്തകത്തിന് തയ്യാറാക്കിയ ആളാണ് എന്നുള്ളത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ കുടപ്പനക്കുന്ന് ചെട്ടിവിളാകം വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഒരു 2 എഴുത്തുകാരുണ്ട്. അത് ഇന്ദുഗോപൻ സാറുമായിട്ട് നല്ല ബന്ധമാണ്. ഇന്ദുഗോപൻ സാറുമായിട്ട് എനിക്ക് എപ്പോഴും വിളിക്കാനും സംസാരിക്കാനും എന്ത് കാര്യമുണ്ടെങ്കിലും സാറുമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ജോബി ചേട്ടൻ വലിയൊരു കലാകാരനാണ്. ജോബി ചേട്ടൻ്റെ വീടും അവിടെയും ഞാനാണ് ജോലി ചെയ്യുന്നത്. പ്ലാസ്റ്റിക് എടുക്കുന്ന ഹരിതകർമ്മ സേനയാണ്. അവരും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. എന്നെ വിളിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്, കോളനിയെക്കുറിച്ച് തിരക്കാറുണ്ട്, കോളനിയിൽ ഓരോ പ്രതിഭകളെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് അവർ. ശ്രീ ഇന്ദുഗോപനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അതെങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒരു ഫസ്റ്റ് മീറ്റപ്പ് എങ്ങനെയായിരുന്നു? എനിക്ക് സാറിന് അറിയില്ല നേരത്തെ. കാരണം ഞാൻ പറയല്ലോ, എനിക്കങ്ങനെ എഴുത്തുകാരെയൊന്നും അറിയില്ല. എഴുതാൻ വേണ്ടി പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. നമുക്ക് ലൈബ്രറിയൊക്കെ ചെങ്കച്ചുള്ളക്കാർക്ക് ഞങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിരുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചെങ്കച്ചുള്ള ഒരു ലൈബ്രറിയും ഇല്ല. പിന്നെ എൻ്റെ ആകെ കൂടെയുള്ള വായന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള പിന്നെ ഈ ആക്രിയൊക്കെ പുറക്കാൻ പോകുന്ന അമ്മച്ചിമാർ കൊണ്ടുവരുന്ന പഴയ ബുക്കുകളൊക്കെ ഒരുപാട് കൊണ്ടുവരും, മാസികകളൊക്കെ. അത് ഇഷ്ടമുള്ളവർ ഒരുപാട് അങ്ങ് വായിക്കും. ഒറ്റ ഇരിപ്പിരുന്നങ്ങ് വായിക്കും. അതാണ് എൻ്റെ ആകെ കൂടെ ഉള്ളത്. പക്ഷേ എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് അതാരാണെന്ന് അറിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 2 മാസം ഞാൻ അവിടെ പോയി പ്ലാസ്റ്റിക് എടുത്തു. 3-ാമത്തെ മാസം പോയപ്പോൾ എനിക്ക് അവരുടെ വീടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ വീട് കാണാൻ. കാരണം നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിയുടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള വീടുകൾ കാണാൻ കുറവാണ്. കാരണം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കുറേ മരങ്ങളും ചെടികളും, പിന്നെ ഈ മ്യൂസിയത്തെ കിട്ടിക്കുമ്പോൾ സിമൻറ്റിലെ ബെഞ്ച്, മേശ, പുറത്തിരുന്ന് ഒരു കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണ് ഇവിടെ ഇങ്ങനെ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവിടെ ഒന്നുകിൽ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ള ഒരു വരയ്ക്കുന്ന ആളോ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് അന്ന് പ്ലാസ്റ്റിക് എടുത്ത് തന്നത് സാറാണ്. ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം പൈസ ഇങ്ങനെ ബില്ലിട്ട് കൊടുത്തിട്ട് വരാൻ നേരത്ത് സാറിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് എവിടെയോ കണ്ട പരിചയം പോലെ തോന്നി. വരാൻ നേരത്ത് ഞാൻ ചോദിച്ചു, സാറ് എനിക്ക് സാറിന് നല്ല മുഖപരിചയം തോന്നി, പക്ഷെ എനിക്ക് ആരാണെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ധനുജകുമാരിയല്ലേ, എനിക്ക് ധനുജകുമാരി നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അതെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം പെട്ടെന്ന് ഒരാളിങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാൽ ധനുജകുമാരി അല്ലേ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ റെസിഡൻസികളിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ പോകുമ്പോൾ 2 ദിവസം മുമ്പേ ഞങ്ങൾ അവരുടെ റെസിഡൻസി ഗ്രൂപ്പുകളിലിടും, ഇന്ന ദിവസം ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വരുന്നുണ്ടെന്ന് പറയും. പിന്നെ അങ്ങനെയാണോ അറിയാമെന്നുള്ള എന്നെനിക്ക് വീണ്ടും പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞല്ല, ഞാൻ നിങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ചെങ്കൽച്ചുളയിലെ എൻ്റെ ജീവിതം എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. മാത്രമല്ല സാറിൻ്റെ തന്നെ ഒരു സിനിമയ്ക്ക്, കാപ്പ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് കഥ എഴുതിയപ്പോൾ ആ പുസ്തകം കൂടെ വായിച്ചെന്ന് പറഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നി. അത് ആ സ്നേഹബന്ധം ഇന്ന് നിൽക്കുന്നുണ്ട്. സാർ എന്നെ ഒരുപാട് പ്രോഗ്രാംസിന് എന്നെ പറഞ്ഞു വിടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ എൻ്റെ പേരും നമ്പരൊക്കെ കൊടുക്കുകയും ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് സാർ. ഇപ്പോഴത്തെ എഴുത്ത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എഴുതുന്നത് ഇപ്പോൾ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യത്തിൽ എനിക്ക് എഴുത്ത് എങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാനൊരു എഴുത്തുകാരിയല്ല. പിന്നെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ നടക്കുന്നത്, പോകുന്നത്, വരുന്നത്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ടച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ട് പോകുന്നത്. എൻ്റെ 2ാമത്തെ പുസ്തകം ചെങ്കൽച്ചുളയെക്കുറിച്ച് തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമുള്ള ചെങ്കൽച്ചുളയും ചെങ്കൽച്ചുളയ്ക്കകത്ത് വന്ന മാറ്റങ്ങളും നമുക്ക് ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഒരു മനോഭാവമൊക്കെ ഞാൻ എഴുതിക്കൊണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് പെട്ടെന്ന് എനിക്ക് ഒരു ദുബായ് യാത്ര വന്നു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ദുബായ് യാത്രയാണ്. അവിടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു എനിക്ക്. ആ ഒരു എന്നെ ദുബായ് യാത്രയിൽ എന്നെ ക്ഷണിക്കുന്നതും ആ അവാർഡ് കിട്ടുന്നതും ഞാൻ തിരിച്ചു വരുന്നവരെ ഒരു 12 ദിവസത്തെ ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം, എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ലാസ്റ്റ് പണിപ്പുരയിലാണ്
ഇനി കുറച്ച് ഭാഗം കൂടെ എഴുതാനുള്ളൂ. പേരിട്ടോ പുസ്തകത്തിന് പേരിട്ടു. അതും പറയാൻ പറ്റും. അതിനെന്താ പറയുക, എനിക്കങ്ങനെ സസ്പെൻസ് ഒന്നുമില്ല. കാരണം എനിക്കങ്ങനെ വലിയ ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നുള്ള കാര്യമല്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, എൻ്റെ ചെങ്കൽച്ചുളക്കാരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. അതും ചെങ്കൽച്ചുള ചേർത്തുള്ള പേര് തന്നെയാണ്, ചെങ്കൽച്ചുളക്കാരിയുടെ ദുബായ് യാത്ര. അതിലുമുണ്ട് ചെങ്കൽച്ചുള. കാരണം ഞാൻ അവിടെ ദുബായി പോയെങ്കിൽ ചെങ്കൽച്ചുളയുടെ ആ ഒരു പുസ്തകം എഴുതിയുകൊണ്ട് മാത്രമാണ് പോയത്. അപ്പം എനിക്ക് ആ ചെങ്കൽച്ചുളയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് മറ്റെല്ലാം. അപ്പം എനിക്ക് ഒരിക്കലും ചെങ്കൽച്ചുളയെ മാറ്റി ഞാനും പറഞ്ഞില്ലേ, ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. കാരണം കലാമണ്ഡലം നിതീഷ് എന്ന എൻ്റെ മകൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പം അന്ന് തന്നെ ഞാൻ അത് തിരുത്തി. 2007 തന്നെ ഞാൻ തിരുത്തിയില്ല. എന്തെങ്കിലും ആവണമെങ്കിൽ അത് ചെങ്കൽച്ചുള എന്ന് തന്നെ എൻ്റെ മക്കൾക്ക് ആ പേര് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ ചെങ്കൽച്ചുള എന്ന് ഒരുപാട് അറിയപ്പെടുന്ന ഞാനാണ്, ചെങ്കൽച്ചുള ധനുജകുമാരിയായിട്ട്. ചെങ്കൽച്ചുള എന്ന പേര് വന്നാൽ തന്നെ ധനുജകുമാരി അതിന്റെ ഒപ്പം. അപ്പൊ അന്ന് ദുബായിൽ പോയ കാര്യങ്ങള് കഥാകാരിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കേൾക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് അവിടെ അത്ഭുതപ്പെടുത്തിയത്? എനിക്ക് എല്ലാം അത്ഭുതമായിരുന്നു. കാരണം എനിക്ക് അത് അവിടെ ചെന്ന് ഞാൻ ഇറങ്ങിയ സമയം തൊട്ട്, എന്നെ ദുബായിലോട്ട് വിളിക്കുന്ന സമയം തൊട്ടേ എനിക്ക് എല്ലാ അത്ഭുതങ്ങളായിരുന്നു. പക്ഷെ ഞാൻ പറയില്ല, എൻ്റെ പുസ്തകം വാങ്ങിച്ച് വായിച്ചാൽ മതി. ഉറപ്പായിട്ട് പുസ്തകം ഉറപ്പായും വായിക്കെങ്കിലും ആ നേരിട്ട് കേൾക്കുന്നതിന്റെ ഒരു സുഖം അറിയാൻ വേണ്ടി. ഇല്ല, ഞാൻ പറയില്ല. എൻ്റെ ദുബായ് യാത്ര എനിക്ക് എല്ലാം അതിലെ ഓരോ വരികളും മനോഹരമായി തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വാങ്ങിച്ച് വായിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അവിടെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ വേദിയില്? തീർച്ചയായിട്ടും. എനിക്ക് അവിടെ ഞാൻ പോയത് ഒരു അവാർഡ് വാങ്ങാൻ, മലയാളീസിന്റെ ഒരു നമ്മുടെ അവിടെ ഒരു സെന്റ് തോമസ് ഒരു ചർച്ചിന്റെ ഒരു അവാർഡായിരുന്നു. പക്ഷേ അവിടെ പോയി കണ്ടതും ഞാൻ തിരിച്ചു വരുന്നവരെ ഞാൻ ഒരുപാട് മലയാളികൾ കണ്ടു. അവിടെ എനിക്ക് ഷാർജ പുസ്തകങ്ങളിൽ പങ്കെടുക്കാൻ പറ്റി, പിന്നെ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ പറ്റി, ഒരുപാട് ഫംഗ്ഷനിൽ എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരു അവാർഡാണ് പോയത്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് എന്ത് പറയാ, എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു പക്ഷേ കേരളത്തിൽ കിട്ടുന്നേക്കാളും അംഗീകാരം ചെങ്കൽച്ചുളയ്ക്ക്, എനിക്കല്ല ചെങ്കൽച്ചുളയ്ക്ക് ദുബായിൽ കിട്ടി. വിദേശത്ത് കിട്ടുന്നുണ്ടല്ലേ? ഈ എഴുത്തുകാരി അല്ല എന്ന് സ്വന്തമായി പറയുമ്പോഴും ഇപ്പോൾ 3ാമത്തെ പുസ്തകം അല്ലേ, 2 പുസ്തകങ്ങൾ അണിയറയിലുണ്ട്, ഒരു പുസ്തകം പുറത്തിറങ്ങി, അത് പാഠപുസ്തകമായി. അപ്പോൾ എഴുത്തുകാരി എന്ന് തന്നെ പറയുന്നു താങ്കളെ, ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. അതിന് കൂടുതൽ ഒരു ഉത്തരവാദിത്തം വന്ന പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, കൂടുതൽ വായിക്കാൻ? ഇല്ല, ഒരിക്കലില്ല, അങ്ങനത്തെ ഒരു ശ്രമമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്കിപ്പം ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം കിട്ടുന്നുണ്ട്, വായിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം എനിക്കത് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അന്നും ഇന്നും എഴുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന ഒരു കഥയല്ല, ഞാൻ എഴുതുന്ന എൻ്റെ ജീവിതങ്ങളാണ്, ഞാൻ കാണുന്ന ജീവിതങ്ങളാണ്. ഞാൻ എപ്പോഴും എഴുതുന്ന ചെങ്കൽച്ചുളക്കാർ കടന്നു പോകുന്ന വഴികളാണ്. അതാണ് എൻ്റെ എഴുത്ത്. ഞാൻ ഇതുവരെ അതൊന്ന് മാറി എഴുതിയിട്ടില്ല. കാരണം എനിക്കങ്ങനെ മാറി എഴുതാൻ എനിക്കറിയില്ല. ഇപ്പോൾ ദുബായ് യാത്രയെക്കുറിച്ച് എഴുതുന്നത് ഞാൻ ഒരു ചെങ്കൽച്ചുളക്കാരുടെ ദുബായ് യാത്രയാണ് എഴുതുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു രീതിക്കുള്ള ഒരു എഴുത്തിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ കുറേ ചിന്തിച്ച് ആലോചിച്ചൊന്നും എഴുതാൻ എനിക്കറിയില്ല. കാരണം ഒന്നാമത് ഞാൻ പഠിച്ചത് ഒരു 9ാം ക്ലാസ് വരെയാണ്. അപ്പോൾ ആ ഒരു 9ാം ക്ലാസ്സുകാരുടെ എഴുത്ത് എന്തായാലും എങ്ങനെയായിരിക്കും എന്നറിയാമല്ലോ. ആ രീതിക്ക് എൻ്റെ മനസ്സിന് സംതൃപ്തി തരുന്നതും എനിക്കിഷ്ടപ്പെടുന്നതും ആയ കാര്യങ്ങൾ ഞാൻ എഴുതുന്നു. എപ്പോഴെങ്കിലും മുന്നോട്ട് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് SSLC എഴുതണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചു. അത് എന്തോ ഞാൻ ഒരു ചെങ്കൽച്ചുളക്കാരിയുടെ ഒരു വിജയം പോലെ ഇനി ചെങ്കൽച്ചുളക്കാരിയെ അങ്ങ് MA-ക്കാരും BA-ക്കാരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനായിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ പഠിച്ചാലും എനിക്കിപ്പം പഠിക്കാൻ പറ്റും. നമുക്ക് എല്ലാ സൗകര്യം നമ്മുടെ കേരളത്തിൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട, ഒരു 9ാം ക്ലാസ്സുകാരിയായി തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയൊരു ബുദ്ധിയിൽ നിന്ന് എഴുതുമ്പോൾ എനിക്ക് ഞാനെന്ന ഒരു ഇതും എൻ്റെ ചുറ്റുപാട് എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ ഭാഷയും എനിക്ക് വരും. എൻ്റെ ചെങ്കൽച്ചുളയുടെ ഭാഷ അല്ലെങ്കിൽ എൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഭാഷ ഞാനായി തന്നെ എഴുതട്ടെ. എൻ്റെ എഴുത്തിന് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരും കൂടെ ആകുമ്പോൾ അതങ്ങനെ അങ്ങ് പോകും. ഈ 1ാം പുസ്തകം ഇറങ്ങിയതിന് ശേഷമുള്ള ചെങ്കൽച്ചുളയാണ് 2ാം പുസ്തകത്തിന്റെ പ്രമേയം. എങ്കിലും ചോദിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അവിടെ? ഞങ്ങൾക്ക് അന്നും ഇന്നും ഞങ്ങൾക്കൊരു മാറ്റമില്ല. ഞങ്ങൾ നല്ല മനുഷ്യരായി തന്നെയാണ് ജീവിക്കുന്നത്. മാറേണ്ടത് ഞങ്ങളല്ല, സമൂഹമാണ് മാറേണ്ടത്. ഞങ്ങൾ എന്തിനാ മാറണേ? നിങ്ങളോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സമീപനത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, മാറ്റം വന്നെന്ന് കാണണമെങ്കിൽ ഞങ്ങളുടെ തലമുറകൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ കിട്ടണം. ഒരു അവസരത്തിൽ ഒതുങ്ങി അങ്ങ് പോകരുത്. അത് നമുക്കിനി ഭാവിയിൽ കാണാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു ചെങ്കൽച്ചുള? അതെന്തായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെങ്കൽച്ചുള എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്.
അവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത്, ഇന്നത്തെ ചെങ്കൽച്ചുളയിൽ ഞങ്ങൾക്ക് പട്ടയമില്ല, പ്രമാണമില്ല, നമ്മുടെ പേരിൽ ഒന്നുമില്ല, ആകെക്കൂടെ ഉള്ളത് ഒരു വോട്ടർ ഐ ഡി കാർഡ് മാത്രമാണ്, ഒരു വോട്ട് ബാങ്ക് അത്രമാത്രം ഇന്ന് ഞങ്ങളായിരിക്കുന്ന. അത് മാറി അവിടെ ഇന്ന് നിലവിൽ താമസിക്കുന്ന എല്ലാവർക്കും അവരുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും അവർക്ക് വേണ്ടുന്ന അവർ താമസിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ ആ വീട് അവരുടെ പേരിൽ സ്വന്തമായി അവർക്കതിന് വേണ്ടുന്ന രേഖകൾ ഉൾപ്പെടെ ഗവൺമെൻറ് നൽകണം. തീർച്ചയായിട്ടും ശ്രീമതി ധനുജകുമാരി, താങ്കളുടെ ഈ ആഗ്രഹം നടപ്പിലാകട്ടെ, അതിനുവേണ്ടിയുള്ള യാത്ര തുടരുക. എല്ലാ പിന്തുണയുമായി ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. പുസ്തകങ്ങൾ, ഇനി വരാനുള്ള എല്ലാ പുസ്തകങ്ങൾക്കും താങ്കളുടെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. അപ്പോൾ ന്യൂസ് 3യിൽ നമ്മൾ അതിഥി വിശേഷങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അറിയാം. ഇപ്പോൾ എല്ലാവരും ഫിറ്റ്നസിന് ഏറെക്കുറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലം തന്നെയാണ്. യുവതലമുറ മുതൽ പ്രായമായവർ വരെ ജിമ്മിലും യോഗയ്ക്കും സുംബയ്ക്കും ഒക്കെ പോകുന്നുണ്ട്. പല മാർഗങ്ങളിലൂടെ ഫിറ്റ്നസ് നിലനിർത്താൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിൽ പലരും ചിലപ്പോൾ വയറ് കുറയ്ക്കണം, കൈയുടെ വണ്ണം കുറയ്ക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും, ആവശ്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോൾ ബോഡി സ്ട്രെങ്ത്തിനായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇതിനായി ഒരുപാട് എക്സസൈസുകളുണ്ട്. ചിലത് നമുക്കൊന്ന് കണ്ടുവരാം. ഇത്തരം എക്സസൈസുകളെ കുറിച്ച് സംസാരിക്കാൻ പൂർണിമ വിശ്വനാഥൻ നമ്മോടൊപ്പം ചേരും. നമസ്കാരം, ഞാൻ പൂർണിമ വിശ്വനാഥൻ, സ്വാഗ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഫിറ്റ്നസ് കോച്ചാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഇസ് കോൾഡ് എസ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഇൻ സിമ്പിൾ ലാംഗ്വേജ്, സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിന് വേണ്ടി ട്രെയിൻ ചെയ്യുക, സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക. നൗ എങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുക? ഓൾസോ എന്തിനു വേണ്ടി? നൗ സ്ട്രെങ്ത് എന്തിനു വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം? എവ്രി ഡേ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്, നമ്മൾ മൂവ് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമുക്ക് സ്ട്രെങ്ത് വേണം, ടു പെർഫോം എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യാണ്, നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ പെട്ടെന്ന് ഫെറ്റീഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ വാട്ട് എവർ വി ആർ ഡൂയിങ്, അതിന് നമുക്ക് സ്ട്രെങ്ത് വേണം, നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം, നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്ത് എന്താ പറയാ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്നത്. സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് വെയ്റ്റ്സ് ഉപയോഗിച്ച് ചെയ്യും. നിങ്ങൾക്ക് ജിമ്മിൽ ചെയ്യാം, ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് എസ് എ സ്ട്രെങ്ത് ട്രെയിനിങ് ഇൻ ഗ്രൂപ്പ് ഫിറ്റ്നസ് ഫോർമാറ്റ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ. അപ്പോ ചെയ്യുന്ന ചില മൂവ്മെന്റ്സിന്റെ ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കാണുന്ന ഒരു മൂവ്മെന്റ് പേരാണ് ത്രസ്റ്റേഴ്സ്. ത്രസ്റ്റേഴ്സ് ബേസിക്കലി ഹെൽപ്സ് ഹോൾ ബോഡി functioning. All right, നമ്മൾ all the way we go into a squat, then we come up, then we thrust up. സോ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും നമ്മുടെ ഒരുപാട് മസിലിന് മൂവ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫങ്ഷൻ ആവുന്നുണ്ട്. അത് ഫങ്ഷൻ ആവും തോറും നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളൊരു വെയ്റ്റ്സ്, എക്സ്റ്റേണൽ വെയിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ നമ്മൾ സ്ക്വാട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതോറും നമ്മുടെ കോറിന് കുറച്ചുകൂടെ ഹെൽപ്പ് വരുന്നുണ്ട്. നമ്മളത് ത്രസ്റ്റ് മുകളിലേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പർ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ട്. സോ അങ്ങനെ എല്ലാ പാർട്ട് ഓഫ് ദ മേജർ മസിൽ ഗ്രൂപ്പ് ഓഫ് ദ ബോഡി വർക്ക് ചെയ്യണ സമയത്ത്. അതുപോലെ തന്നെ വേറൊരു മൂവ്മെന്റ് ആണ് ഒരു കെറ്റിൽ ബെൽ പോലെ ഒരു വെയിറ്റ്, കെറ്റിൽ പോലെ ഇരിക്കുന്ന ഒരു ഇതിലുള്ളൊരു വെയിറ്റ്. ആ വെയിറ്റ് ഉപയോഗിച്ച് സ്വിങ് ചെയ്യുക. സോ ബേസിക്കലി അതൊരു ലോവർ ബോഡി മൂവ്മെന്റിൽ ഒരു അത്ലറ്റിക് പെർഫോമൻസിന് വേണ്ടി
ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. കൂടുതലും ഒരുപാട് പേർക്ക് അതിൽ അത്ലറ്റിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു മൂവ്മെന്റ് ആണ്. പക്ഷെ നമുക്കിവിടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ഓൾസോ യുവർ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, യുവർ കോർ, ഇതൊക്കെ മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന മൂവ്മെന്റ് എല്ലാം നമ്മുടെ എല്ലാ ഭാഗത്തിലും, നമ്മുടെ മേജർ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഭാഗത്തിനും ഉപയോഗം വരുന്ന, അല്ലെങ്കിൽ വർക്ക് ആവുന്ന, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുന്ന, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ആവുന്ന ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ യു കെൻ സി എ പുഷ് അപ്പ് ബേസിക്കലി വർക്ക്സ് ഓൺ യുവർ total body. It is not just your upper body or your chest or anything. Not just that, നമ്മുടെ core strength is also very important. അപ്പോൾ ഈ മൂവ്മെന്റ്സ് ചെയ്യുന്തോറും നമ്മുടെ ഹോൾ ബോഡിക്ക് ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. സോ അതാണ് ബേസിക്കലി നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഒരാഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം മിനിമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെയധികം നമ്മുടെ ബോഡിക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അതൊക്കെ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ, അതെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വളരെ സ്റ്റിഫായി പോവും. പിന്നെ നമ്മുടെ മൂവ്മെന്റിനെ അത് വളരെയധികം ബാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഹോൾ ബോഡി മൂവ്മെന്റിനുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് വർക്ക്ഔട്ട്സ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്ലഡ് പമ്പിങ് ടു ആ ഹാർട്ട്, ദാറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ എക്സസൈസസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഓടോ, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യോ, അല്ലെങ്കിൽ ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാർഡിയോ ചെയ്യോ, ഇതൊക്കെ വളരെയധികം നിങ്ങളുടെ ബോഡിക്ക് യൂസ്ഫുൾ ആയ ഒരു കാർഡിയോ വാസ്കുലർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയ ചില വർക്ക്ഔട്ട്സ് ആണ്. ഇതുപോലത്തെ വർക്ക്ഔട്ട് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. താങ്ക് യു. അപ്പോൾ ഫിറ്റ്നസ്സിൽ ഇനിയും ശ്രദ്ധ കൊടുക്കാത്തവർക്ക് ഇനിയും സമയമുണ്ട്. ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യാം, യോഗയിലേക്കൊക്കെ പോകാം എന്നുള്ളതാണ് പറഞ്ഞത്. കൂടുതൽ അതിഥികളും അറിവുമായി ന്യൂസ് 3 വീണ്ടും കാണാം. നമസ്കാരം.